4ാം ക്ലാസ്സിലെ കൃഷ്ണഗാഥയിലെ വരികൾ നമ്മൾ ചൊല്ലി നോക്കിയല്ലോ. അപ്പോൾ കണ്ണനെയും അമ്മയും എല്ലാവരും അതിൽ കവിതയെ കണ്ടതാ. ഇതാ ഇനി മറ്റൊരമ്മയും ഉണ്ണിയും. ആരാ നോക്കാം നമുക്ക്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണിത്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതോണെ പൂന്തൂട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. ഇനി ഇതിലെ അർത്ഥങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ നോറ്റിട്ടൊരുണ്ണി പിറന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ആറ്റിൻ വക്കത്തുള്ള മാളിക വീട്ടിൽ ഒരു ഉണ്ണി ജനിച്ചിരിക്കുകയാണ്, ഒരു കുഞ്ഞുവാവലെ. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. ഇനി ഉണ്ണീൻ്റെ വിശേഷണങ്ങൾ. ഉണ്ണി എന്തൊക്കെ ആഭരണങ്ങളൊക്കെയാണ് ധരിച്ചത് നോക്കാം നമുക്ക്. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ. എന്തൊക്കെ ഉണ്ട്. അരയിലാണെങ്കിലോ കിങ്ങിണി കെട്ടിയ പൊന്ന് കണ്ട്. പിന്നെയോ കാതിലാണെങ്കിലോ ചെറിയ കമ്മൽ. പണ്ടൊക്കെ കാലത്ത് കുട്ടികൾക്കൊക്കെ ആൺകുട്ടികളായാലും ഒക്കെ കമ്മലിട്ട് കൊടുക്കും. അപ്പം കുടക്കടുക്കൻ എന്നാണ് അതിന് പറയുക കേട്ടോ. കുടക്കടുക്കനുണ്ട്. പിന്നെ എന്താണ്, നങ്ങേലിയാണ് ഈ അമ്മേൻ്റെ പേര്. നങ്ങേലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. അപ്പം നങ്ങേലിക്ക് ഈ കുട്ടീനെ ആണെങ്കിലോ നിലത്ത് വെക്കാനും തോന്നില്ല. എപ്പോൾ ഒക്കത്ത് ഇങ്ങനെ എടുത്തിട്ടാണ് നടക്കുക. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്. പുറമെ കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ എന്തൊക്കെയാ കാച്ചിയ മോരൊഴിച്ചിട്ടൊക്കെയാണ് എന്ത് കൊടുക്കുക, ചോറ് കൊടുക്കുന്നത്. പിന്നെയോ കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ച് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ പുറത്തുകൂടി കൊണ്ട് നടന്നിട്ടൊക്കെയാണ് നങ്ങേലി വാവയ്ക്ക് ചോറ് കൊടുക്കുന്നത്. പാട്ടുകൾ പാടുകയും ചെയ്യും. ആ സമയത്ത് നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കും. പിന്നെയോ രാത്രിയിലാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ചാലോ മാനത്ത് ആരുണ്ടാവുമ്പോൾ അമ്പിളിമാമൻ ഉണ്ടാവൂലേ. അപ്പം മാനത്തെ അമ്പിളിമാമനെ കാട്ടിക്കൊടുത്തിട്ടോ ഒക്കെയാണ് മാമു കൊടുക്കുന്നത് നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ. താഴെ വെക്കാനാണേ തോന്നൂല. താഴെ വെച്ചാൽ കുട്ടീനെ ഉറുമ്പെങ്ങാൻ അരിച്ചാലോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ്. തലയിൽ വെച്ചാലോ പേനരിച്ചാലോ ആ രീതിയിലാണ്. നിലത്തും തലയിലും വെക്കാതെയാണ് തങ്കക്കൂടത്തിനെ ആര് ഇവിടെ നങ്ങേലി. തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ട്. ഇനി കിടത്തുന്നതാണെങ്കിലോ ഉറക്കാൻ വേണ്ടിയിട്ട് നല്ല തങ്കക്കട്ടിലിൽ നല്ല മെത്ത പട്ടൊക്കെ വിരിച്ചിട്ട് ആണ് കുട്ടീനെ ഉറക്കാൻ കിടത്തുന്നത്. തണുതാണെ പൂന്തൂട തട്ടിയുറക്കിയിട്ട്. എന്നിട്ട് ഇങ്ങനെ തൊടയമ്മ തട്ടി ഇങ്ങനെ വാവോന്നിങ്ങനെ ചെറിയ വാവേനെയൊക്കെ ഇങ്ങനെ ഉറക്കും പോലെ തണുതാണെ പൂന്തൂട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. നങ്ങേലി ചേർത്ത് പിടിച്ച് കൂടെ തന്നെ നങ്ങേലിയും കിടന്ന് മയങ്ങുകയാണ്. അത്രയേ ഉള്ളൂ.